അങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് പുതിയൊരു ഗോപ്രോ ഹീറോ 9 വന്നേക്കുന്നത്. എല്ലാവർക്കും ട്രാവൽ ഫൈറ്ററിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വന്നേക്കണത് ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ക്യാമറ എടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം. അപ്പോൾ ഈ അടുത്ത് അതിനു വേണ്ടിയൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഗോപ്രോയുടെ ഒരു ലേറ്റസ്റ്റ് ക്യാമറ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതായാലും അത് എടുക്കാൻ വേണ്ടി നമ്മുടെ അബ്ദുറൌഫ് എന്ന് പറയുന്ന നമ്മുടെ ഉറ്റ സുഹൃത്ത് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ ഒരു ക്യാമറ നിങ്ങളുടെ മുമ്പിൽ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കണത്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ എടുത്തേക്കണത്. ഗോപ്രോ ഹീറോ 9 5K 30 FPS റെസൊല്യൂഷനിൽ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഗോപ്രോയുടെ അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അൺബോക്സിങ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് തുറക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ബോക്സിലാണ് ഈ ഒരു ഗോപ്രോ ഹീറോ 9 വരുന്നത്. നമുക്ക് തുറക്കാം. തുറക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് 9 വരുന്നത്. ഇതിൽ ഷോർട്ടി അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മുടെ മെമ്മറി കാർഡ് ഇത് രണ്ടും ഉണ്ടാവില്ല. അത് കാരണം ഇത് ബണ്ടിൽ പാക്കറ്റ് അല്ല, ഞാനിതൊരു ബോക്സായിട്ട് ക്യാമറ മാത്രമായിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. അപ്പോൾ സാധാരണ പിന്നെ മറ്റു ഗോപ്രോയിലൊക്കെ വരുന്നത് പോലെ തന്നെ ക്യാമറ, ചാർജർ, അതുപോലെ തന്നെ ഹെൽമെറ്റ് മൗണ്ടിങ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റലോഗും കാര്യങ്ങളും. പിന്നെ ഇതിൽ ഞാൻ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ഗോപ്രോ ക്യാമറകൾക്കൊക്കെ 1 ഇയറാണ് വരുന്ന വാറണ്ടി. അപ്പോൾ ഈ 9ൽ ഒരു കൂപ്പൺ നമുക്ക് ഈ ഒരു അൺബോക്സിങ് ചെയ്യാൻ നിർത്തി കിട്ടും. ഈ അൺബോക്സിങ് ചെയ്യാൻ നിർത്തി കിട്ടുന്ന ഈ ഒരു കൂപ്പണിൽ ഈ കാണുന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഗോപ്രോ ഹീറോ 9ൻ്റെ ഒരു കോഡുണ്ട്. നമുക്ക് വരുന്നൊരു കോഡ്, ഇതാണ് അതിൻ്റെ കോഡ് വരുന്നത്. കണ്ടോ, ഈ ഒരു കോഡ് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് 1 ഇയർ വാറണ്ടിയും കൂടിയായിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യണം. പിന്നെ നമുക്ക് ഗോപ്രോ ഹീറോ 9 എടുക്കാം. വേണ്ട, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5K 30 FPS റെസൊല്യൂഷനിൽ വരെ നമുക്ക് ഈ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 7, 8 വരെയുള്ള എല്ലാ ഗോപ്രോയുടെ ക്യാമറകളിലെല്ലാത്തിലും ഈ ഒരു സെൽഫി മോഡലിൽ വരുന്ന ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നമുക്ക് അത് കണ്ടുകൊണ്ട് ഇതൊരു ക്യാമറ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. സെൽഫി മോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ഇതിൽ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേകത ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെൻസ് നമുക്ക് ഈ 8ൽ ഈ ഒരു ലെൻസ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, 7ൽ പറ്റും. ഇപ്പം 9ൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്ത് നമുക്കത് വീണ്ടും അത് ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ 7, 8 വരെയുള്ള എല്ലാ ക്യാമറയെക്കാളും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഗോപ്രോ ഹീറോ 9 വന്നേക്കണത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിക്കണം. കണ്ട, ഇങ്ങനെ താഴത്തോട്ട് വലിക്കാൻ നേരത്ത് കണ്ടോ ബാറ്ററി ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം, അതായത് 7ലും 8നേക്കാളും വലിപ്പത്തിലാണ് 9ൻ്റെ ബാറ്ററി വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബാറ്ററി കപ്പാസിറ്റിയും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഏതായാലും ഇതൊന്ന് ഓണാക്കിയിട്ട് ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു ഡിസ്പ്ലേ മോഡിലായിട്ടാണ് നമ്മുടെ 9 വന്നേക്കുന്നത്. കണ്ടോ, പിന്നെ കണ്ടത് ഈ ഒരു പിന്നെ മറ്റുള്ളൊരു വേറൊരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. കണ്ടത് ഈ ഒരു സെൽഫി മോഡായിട്ട് നമുക്ക് ക്യാമറ നമുക്ക് തന്നെ കണ്ടുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടുക്കാച്ചിയായിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാൻ നേരത്ത് വരുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഈ കാണുന്നത്. വേണ്ട,
നമുക്ക് 5K 30 FPS റെസൊല്യൂഷനിൽ വരെ നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. സിനിമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ലോമോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ പറയുന്ന ഫംഗ്ഷൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ എഡിറ്റിങ് ആൾട്ടർ ചെയ്തിട്ട് നമുക്കത് നമുക്ക് പറ്റുന്ന ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം മോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷൻ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഒരു എക്സ്ട്രാ റെസൊല്യൂഷൻ എല്ലാം നമുക്ക് പ്ലസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈഡ്, നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വൈഡ് സാധാരണ നമുക്കതൊക്കെ ഗോപ്രോ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ വ്യൂ എന്ന് പറയുന്ന ആ ഒരു മോഡ്, അത് ഈ വൈഡിൻ്റെ എങ്ങനെ ടോപ്പായിട്ട് വരുന്ന ഒരു ഇതാണ്. പിന്നെ വൈഡ്, പിന്നെ ലീനിയർ, പിന്നെ അതുപോലെ തന്നെ നാരോ, ഈ ഒരു 3-4 ഓപ്ഷൻ നമുക്കിതിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ലോമോ ആയിട്ടുള്ള 4x സ്ലോമോ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. അതുപോലെ തന്നെ ബൂസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോ മോഡിലേക്ക് പോകാൻ നേരത്തും പലതരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ നൈറ്റ് വിഷ്വൽ, അത് അത്യാവശ്യം നല്ല പെർഫെക്റ്റോട് കൂടി നമുക്ക് വിഷ്വലും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഉള്ള മറ്റുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സാധാരണ ഗോപ്രോയിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ സൈഡിലേക്ക് വരാൻ നേരത്തെ ടൈം ലാപ്പ് കാണാം. ആ ടൈം ലാപ്പും അതുപോലെ തന്നെ 1080 ഓട്ടോ വൈഡ് മോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് പലതരത്തിലുള്ള ആൾട്ടറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള ഓപ്ഷൻസുകൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ടൈം ലാപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് പുതിയൊരു ഗോപ്രോ ഹീറോ 9 വന്നേക്കുന്നത്. പിന്നെ അടിയിൽ ഇതിൻ്റെ അറ്റാച്ചായിട്ട് തന്നെയാണ് ഇതിൻ്റെ കേസ് വന്നേക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഹീറോ 9ൻ്റെ ഇതിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ മച്ചാമാരെ, നിങ്ങളപ്പോൾ കണ്ട വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ഗോപ്രോ ഹീറോ 9ലാണ് ഷൂട്ട് ചെയ്തേക്കണത്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണതും ഗോപ്രോ ഹീറോ 9ലാണ്. അപ്പോൾ വേറൊരു സംശയം ഉണ്ടാവാം, സാധാരണ 8 വരെ ഇറങ്ങിയേക്കണ ഗോപ്രോകൾക്ക് എല്ലാത്തിനേക്കാളും വലിപ്പം കൂടിയിട്ടാണ് 9 വന്നേക്കണത്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ വേണ്ടി അത് ചിലപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഉപയോഗിച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഏതായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചെറിയ മഴക്കാറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വെട്ടക്കുറവുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ഗോപ്രോ ഹീറോ 9 ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ് അതിനെ സഹായിച്ചത്, ഫാമിലാണ്. അപ്പോൾ ഏതായാലും ട്രാവൽ ഫൈറ്റർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും അടിപൊളി കിടുക്കാച്ചി വീഡിയോകൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.